ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുക. അപ്പോൾ സച്ചിയാണ്, ഞാൻ വരുന്നില്ല, അവൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത അവനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കിട്ടുന്നപ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല, അവനൊക്കെ പോയിട്ടുണ്ടാവും, വാ സച്ചിയായിട്ട് ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കയ്യിൽ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ദേവ് നിൽക്കുന്നു സച്ചിയേട്ടാ. ആ ദേവു. അപ്പോൾ ദേവു ഓടി വരികയാണ്. ആ രേവതി ചേച്ചി, സച്ചിയേട്ടാ വന്നല്ലേ, ഞങ്ങൾ എത്ര നേരെയെന്നറിയാമോ കാത്തു നിൽക്കുന്നു എന്ന് പറയുകയാണ്. എവിടെ ഇതിൻ്റെ ചെറുക്കൻ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എവിടെ നിൽക്കുന്നുണ്ട് അരുണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ആകാംക്ഷയായി അരുണിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഈ അരുൺ വരുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ്, അത് അരുണേട്ടൻ വല്ലാത്തൊരു മൂഡ് ഓഫിലാണ്. കാരണം അരുണേട്ടൻ ഇഷ്ടപ്പെടാത്ത ഒരാളവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ മൂഡ് ഓഫിലായിരുന്നു എന്ന് പറയുക. അതെ, എനിക്കൊരു ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്, എൻ്റെ സന്തോഷമൊക്കെ പോയിരിക്കുമായിരുന്നു. ശരി, അതൊക്കെ ആവട്ടെ, നീ അരുണെ പെട്ടെന്ന് വിളിക്കുക. അരുണേട്ടൻ എന്തെടുക്കുക, ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ദേവരുതോടെ അരുണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കിളി പറന്നു പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണും മിഴിച്ച് അന്തം വിട്ട്. അപ്പോൾ രേവതിയും അതേപോലെ തന്നെ. അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ ഇതാരാ വരുന്നതെന്ന് നോക്കിയ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ദേവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അരുണിനും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വെറി കൊണ്ടൊരവസ്ഥയിൽ അങ്ങനെ അരുൺ നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സച്ചിയേട്ടാ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആള് അരുണേട്ടൻ. സച്ചിയേട്ടനെ കുറിച്ചും രേവതി ചേച്ചിയെക്കുറിച്ചും ഒക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സച്ചിയേട്ടൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അരുണേട്ടൻ. എന്ത് ഇഷ്ടമെന്ന് അറിയാമോ നിങ്ങളെ കാണാൻ വേണ്ടി തിടുക്കം കൂട്ടി നിൽക്കുമായിരുന്നു. ആ സമയത്താ അരുണേട്ടനെ ഒരു ഗുണ്ടയെ കണ്ടത്. ആ ഗുണ്ടയെ കണ്ട ഉടനെ തന്നെ അരുണേട്ടൻ്റെ മൂഡൊക്കെ മാറി, ആകെ മൂഡ് ഓഫ് ആയി പോയി എൻ്റെ സച്ചിയേട്ടാ. അരുണേട്ടനെ അയാളങ്ങോട്ട് തീരെ ഇഷ്ടമല്ല. ഞാൻ ഒരു കണക്കിന് സമാധാനിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു എൻ്റെ പൊന്നു സച്ചിയേട്ടാ. ഏതായാലും നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. രേവതി ചേച്ചി, നമുക്കേ ഇവിടെ നിൽക്കേണ്ട രേവതി ചേച്ചി, ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അരുണേട്ടൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ആ ഒരു ഗുണ്ട ഇവിടെ ഉണ്ടല്ലോ, അയാൾ പോയോ ഇല്ലേന്ന് പോലും അറിയില്ല. ആ ഗുണ്ടയെ കാണുന്നത് പോലും അരുണേട്ടന് ഇഷ്ടമല്ലത്രേ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങളെയൊക്കെ ഒരുപാട് പരിചയപ്പെടാനുണ്ട് അരുണേട്ടന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചിയും രേവതിയാണെങ്കിൽ അരുണിനെ തന്നെ നോക്കുകയാണ്, അരുണാണെങ്കിൽ ഇവരെ തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും ദേവു ആണെങ്കിൽ, അല്ല നിങ്ങളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഞാൻ കുറേ നേരമായല്ലോ പറയുന്നു, നിങ്ങളെന്തൊന്നും സംസാരിക്കാത്തത്? പറയാനുള്ളൊരവസരം ഞാൻ ഉണ്ടാക്കി തന്നില്ലല്ലേ, എങ്കിലേ നിങ്ങൾ സംസാരിക്കേ. സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇത് കേട്ട സച്ചിക്ക് ദേഷ്യം വരികയാണ്. സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പോകുന്നു പോക്ക്. അപ്പോഴേക്കും ദേവ് ചോദിക്കണം, അയ്യോ രേവതി ചേച്ചി, എന്താ രേവതി ചേച്ചി സച്ചിയേട്ടൻ പോയത്, ഇതെന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോയത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അരുണേട്ടനെ കാണുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, എന്നിട്ടെന്താ ഒരു വാക്ക് പോലും സംസാരിക്കാതെ പോയത് ചേച്ചി, എന്താ ചേച്ചി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയാണ്, നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നിന്റെ ഇദ്ദേഹം ഒരു ഗുണ്ടയെ കണ്ടുവന്ന്, ആ ഗുണ്ടയെ കണ്ടുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നെന്ന്. ആ ഗുണ്ടയാ സച്ചിയേട്ടനെ കുറിച്ചാണ് ഇദ്ദേഹം നിന്നോട് ഇതുവരെയും പറഞ്ഞത് എന്ന് പറയാ. ഇത് കേട്ട ദേവു ഞെട്ടിപ്പോവാണ്. എന്താ ചേച്ചി ഈ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും ഓടി അങ്ങോട്ട് സച്ചിയുടെ പിന്നാലെ ഓടിപ്പോവാണ്. അപ്പോഴേക്കും അരുണേട്ടാ, എന്താ അരുണേട്ടാ ഇത്, സത്യമാണ് അരുണേട്ടേ പറഞ്ഞത്? അപ്പം അരുൺ അങ്ങോട്ട് മുഖം മറിച്ച് നിൽക്കുക. സച്ചിയാണെങ്കിൽ കാലി വന്നൊരവസ്ഥയിൽ ആ കാറിൻ്റെ അടുത്ത് പോയി നിൽക്കുക. അപ്പോൾ രേവതി ഓടി വന്നിട്ട്, സച്ചിയേട്ടാ എന്താ സച്ചിയേട്ട ഇത്, സച്ചിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ അല്ലാതെ അവൾ കൊണ്ടുവന്നിരിക്കുന്ന ചെറുക്കനെ കണ്ടില്ലേ, എൻ്റെ ശത്രു. അതും പോട്ടെ, അവൻ്റെ സ്വഭാവം നല്ലതാണോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം അവൻ്റെയാണ്. ഒരാളുടെ കണ്ണീര് കാണുന്നത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളുടെ സന്തോഷം കാണുന്ന ഇഷ്ടമല്ല, അതിനു വേണ്ടി കണ്ണീര് കാണാൻ വേണ്ടി ഇവൻ ഏത് പ്രവൃത്തിയും ചെയ്യും. ദേവു ബുദ്ധിയുള്ളൊരു പെണ്ണാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾക്ക് തെറ്റുപറ്റിപ്പോയല്ലോ രേവതി. അവൾ കൊണ്ടുവന്നിരിക്കുന്ന ചെറുക്കനെ കണ്ടില്ലേ, അത് പിന്നെ സച്ചിയേട്ടാ അവൾ ഇപ്പോഴായിരിക്കുമല്ലോ അറിഞ്ഞത്. അവർ സ്നേഹിച്ചു പോയല്ലോ, കൂടുതലൊന്നും വിശദമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഒരാളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രണയിക്കാനായിട്ട്. ഈ പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതും തെറ്റൊന്നുമല്ല, പക്ഷേ ഒരാളെക്കുറിച്ച് ശരിക്കും കറക്റ്റായിട്ടൊക്കെ മനസ്സിലാക്കണം. അതിനുശേഷം വേണം ഇങ്ങനെയെല്ലാം ചെയ്യാനായിട്ട്. ഈ ബന്ധം നമുക്ക് ഒരിക്കലും ശരിയാവില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം കുളം തോണ്ടും. അവനോടൊത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ദേവുവിൻ്റെ അവസ്ഥ എന്താകും? അതൊന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ രേവതി?
അവൾക്ക് എപ്പോഴും കണ്ണീര് കുടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ ദേവുവിനെ പോയി വിളിച്ചുകൊണ്ട് വാ ഇങ്ങോട്ട്. അതുകൊണ്ട് ഇനി ചെല്ല് ഇനി അവർ കൂടുതൽ സംസാരിച്ച് നിൽക്കണ്ട രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും പോവാം. സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്, ഏതായാലും അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം, ഈ കല്യാണം നടക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കാനായിട്ട് പാടില്ല എന്ന് സച്ചി മനസ്സിൽ ഇങ്ങനെ കരുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അരുണും അതേപോലെ തന്നെ ദേവും കൂടി പറയുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവു, നിൻ്റെ ചേട്ടനും ചേട്ടത്തിക്കൊക്കെ എന്നെ ഇഷ്ടമാവുമെന്നുള്ളൊരു ഞാനൊരു കാര്യം ചോദിച്ചില്ലായിരുന്നു. ഞാൻ വന്നപ്പം മുതൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള ഇതുപോലെ തന്നെ നടന്നു. അവർക്ക് എന്നെ ഇഷ്ടമല്ല. പക്ഷേ നിൻ്റെ സച്ചിയേട്ടൻ നല്ല ഒരു പുള്ളിക്കാരനാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ അല്ല ദേവു, നിൻ്റെ സച്ചിയേട്ടൻ എന്നോട് ചെയ്ത പ്രവൃത്തികളൊന്നും ഞാനൊരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. ആരെന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിനക്കെന്നെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മളുടെ കല്യാണം നടക്കും. ആരെതിർത്താലും ശരി, എതിർത്തില്ലെങ്കിലും ശരി, നമ്മളുടെ കല്യാണം നടക്കും ദേവു എന്ന് അരുണും പറയുകയാണ്. അപ്പോഴേക്കും രേവതി ഓടി വന്നിട്ട്, ദേവു വാ പോകാം. ചേച്ചി, അത് പിന്നെ നിന്നോട് വരാനാ പറഞ്ഞത്, വാ ദേവു എന്നും പറഞ്ഞ് ദേവുവിനെ വലിച്ചഴച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ അരുണാണെങ്കിൽ ദേവു എന്നും വിളിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ ദേവുവിന് തിരിഞ്ഞു നോക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ രക്ഷയില്ല. സച്ചി ആ സമയം കൊണ്ട് കാറെടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ സച്ചി നേരെ രേവതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ശരത്തെ അമ്മ എന്നൊക്കെ പറഞ്ഞു വിളിക്കുക. അപ്പോൾ ശരത്ത് വരികയാണ്. എവിടെ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പോൾ വരും. സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ, വല്ലാത്ത ടെൻഷനാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ വരട്ടെ, ഞാൻ കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറയാണ്. മോനെ സച്ചി, നീ വന്നോ? എന്താ മോനെ പെട്ടെന്ന് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് അമ്മ. എന്താ? അതെ, നമ്മുടെ ദേവു ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ അങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. മോനെ സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, അവളൊരു പ്രണയബന്ധത്തിലാണ്. പക്ഷേ അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, നല്ല സ്വഭാവക്കാരനല്ല. ഇത്രയ്ക്കും വളരെയേറെ മോശമായ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വളരെയേറെ മോശം സ്വഭാവക്കാരനാണ് എന്നൊക്കെ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മയാണെങ്കിൽ അന്തിച്ച് നിൽക്കുക. അപ്പം അമ്മ പറയുകയാണ്, നിനക്ക് എങ്ങനെ അറിയാം അതൊരു മോശം സ്വഭാവക്കാരനുള്ളൊരു ചെറുക്കനെയാണ് അവൾ പ്രണയിച്ചത്, നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അവളൊരു പ്രണയത്തിലാണെന്നും ഇന്നയാളെ ഇഷ്ടമെന്നൊക്കെ രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേവതിയാണ് എന്നോട് പറഞ്ഞത് അമ്മേ. പക്ഷേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇയാളെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ ദേവുവും ഈ ചെറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ദേവു പ്രണയിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ തന്നെ പിന്നീട് എനിക്ക് അവിടെ നിൽക്കാനായിട്ട് തോന്നിയില്ല. ദേവു ഒരു ബുദ്ധിയുള്ള കുട്ടിയല്ലേ, എന്നിട്ട് പോയി ഈ പ്രണയവലയിൽ പോയി ചെന്ന് വീണില്ലേ. ഇവിടെ അമ്മയെ പ്രണയിക്കുന്നതും തെറ്റല്ലമ്മേ, അത് ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ പ്രണയിക്കുമ്പോൾ അറിഞ്ഞും കണ്ടും ഇതൊക്കെ പ്രണയിക്കേണ്ട അമ്മ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ശരത്താണെങ്കിൽ അത് പിന്നെ അവൾ അങ്ങനെ ഒരാളെ പ്രണയിക്കുമോ, അവൾക്ക് തെറ്റു പറ്റുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല സച്ചിയുടെ തെറ്റു പറ്റുമോ. നീ എന്താ അപ്പം എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുകയാണോ? അപ്പം ഞാൻ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്നാണോ നീ പറയുന്നത്? അയ്യോ സച്ചിയേട്ടൻ പറഞ്ഞതിൽ കാരണമുണ്ട്. സച്ചിയേട്ടൻ ഒരു കാരണമില്ലാതെ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോൾ ആകെ ഒരു ടെൻഷൻ. അതെ, ഞാൻ പറഞ്ഞ സത്യം, യാതൊരു കാരണവശാലും ഈ കല്യാണം നടക്കാനായിട്ട് ഇടവരരുത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, എത്രയും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ലെങ്കിൽ അവൾ ഈ ബന്ധത്തിൽ കുരുങ്ങിപ്പോകും. അവൻ അവളെ വലയിലാക്കി വെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൾ വരട്ടെ ഇങ്ങോട്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടം. അമ്മയാണെങ്കിൽ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, എത്ര നന്നായിട്ടാണ് ഞാൻ എൻ്റെ പെൺമക്കളെ വളർത്തിയത്, എന്നിട്ട് പോലും ഇവള് ഒരു കുരുക്കിപ്പെട്ടു പോയല്ലോ, നമ്മൾ എങ്ങനെ കൊണ്ടുകൊണ്ട് നടന്നാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരത്ത് അമ്മയെ ആശ്വസിപ്പിക്കണം. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, അതിനെ ചേച്ചി ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ എന്നൊക്കെ പറയാം. ആ സമയത്താണ് ദേവുവും രേവതിയും കൂടി ഓടി വരുന്നത്. ദേവുവിനെ കണ്ട ഉടനെ തന്നെ അമ്മയ്ക്ക് ദേഷ്യം വരിക. അമ്മ എടുത്തിട്ട് അടിക്കുകയാണ്. എടി, നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വെക്കാൻ വേണ്ടി നടക്കുകയാണല്ലേടി, നീ ഒരു പ്രണയബന്ധത്തിലായിരുന്നല്ലേടി, നീ ഏത് ചെറുക്കനെയാടി പ്രണയിച്ചത്, മോശം ചെറുക്കനെയാളെ പ്രണയിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയോടടി. അപ്പം രേവതിയാണെങ്കിൽ അമ്മ എന്താ അമ്മയെ കാണിക്കുന്നത്, അമ്മ എന്തിനെ പിടിച്ച് തല്ലുന്നത്, അമ്മയോട് ആരാ പറഞ്ഞത് അവൾ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കുറച്ച് മുമ്പ് എനിക്ക് സച്ചി ഇവിടെ വന്നായിരുന്നു. സച്ചി എന്നോട് പറയേണ്ടത് മുഴുവനും പറഞ്ഞു. ഒരു കേടുകെട്ട ചെറുക്കനെയാണല്ലേ അവൾ പ്രണയിച്ചത്. ഇത്രയ്ക്കും ഞാൻ ഇവളെക്കുറിച്ച് ഒന്നും പ്രതീക്ഷിച്ചില്ല.
എടി നീ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പെൺമക്കളെ വളർത്തുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എൻ്റെ പെൺമക്കൾ ഞാൻ പറയുന്നതിലപ്പുറം പോലും ഒരു കുടുംബത്തിനൊരു ദോഷപ്പേര് ഉണ്ടാക്കി വെക്കില്ലെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഇത് കേട്ട രേവതിയാണെങ്കിൽ അമ്മ പ്രണയിക്കുന്നത് തെറ്റാണോ അമ്മേ? പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന തെറ്റാണോ? അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവൾ തിരഞ്ഞെടുത്തു, അത് തെറ്റാണോ? ഇല്ല, പ്രണയിക്കുന്നത് തെറ്റല്ല. പക്ഷെ പ്രണയിക്കാൻ തിരഞ്ഞെടുത്ത ആ ആളില്ലേ, അവനാണ് ശരിക്കേട്. ഇതിടപ്പോഴേക്കും അവനെക്കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാവോ? എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം അറിയാം. സച്ചി എന്നോട് വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ എത്തരത്തിലുള്ളവനാണ്, അവൻ്റെ സ്വഭാവ ദൂഷ്യം എന്താണ് എന്നൊക്കെ സച്ചി എന്നോട് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട രേവതിക്ക് അത് ഒട്ടും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം പോലെ തന്നെ സച്ചി എന്തിനാണ് അമ്മയോട് വന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് ഇപ്പോൾ രേവതി ആലോചിക്കുക. അപ്പോൾ രേവതി പറയണം, അമ്മേ, ദേവു ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല, അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അവൾ ഇന്നും പ്രണയിച്ചു തുടങ്ങിയതല്ല, അവർ നാളുകളായി മനസ്സിലാക്കി പ്രണയിച്ചു തുടങ്ങിയവരാണ്. അപ്പോൾ പിന്നെ ദേവുവിന് എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു? അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവൾ ശരിയെന്നുള്ളൊരു കാര്യം തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് അമ്മ കരുതേണ്ടത് എന്നൊക്കെ രേവതി പറയാണ്. നീ എന്തൊക്കെയാ പറഞ്ഞാലും ശരി, ഇവളെ ഈ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നില്ല. സച്ചി ഇവിടെ വന്ന് വിശദമായിട്ട് എല്ലാം പറഞ്ഞു എന്നും പറയുക. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.